ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. രാമായണം കഥ കേൾക്കണ്ടേ? സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. രാമായണത്തിന് പുറമെ ഇതിനു മുൻപ് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളായ ശ്രീകൃഷ്ണൻ, ശിവപുരാണം, കൃഷ്ണായനം എന്നീ പുസ്തകങ്ങളുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക. മറക്കുന്നതാണെന്ന് തോന്നുന്നു, മിക്ക പേരും ലൈക്ക് ചെയ്യുന്നില്ല. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ശബരി ദർശനം. കായ്കനികളും വൃക്ഷലതാദികളും നിറഞ്ഞ കാനനത്തിലൂടെ സഞ്ചരിച്ച് രാമലക്ഷ്മണന്മാർ ശബരി ആശ്രമത്തിൽ പ്രവേശിച്ചു. വൃദ്ധയും താപസിയും ഭക്തയുമായ ശബരി അവരെ കണ്ടയുടനെ സാഷ്ടാംഗം പ്രണമിച്ചു. ശ്രീരാമൻ സ്നേഹപൂർവം അവരോട് പലതും ചോദിച്ചു. ശബരി വിനയപൂർവം പറഞ്ഞു, പ്രഭോ, അങ്ങയെ കണ്ടതിനാൽ ഇന്നെനിക്ക് തപസ്സിദ്ധി ഉണ്ടായിരിക്കുന്നു. എൻ്റെ ജന്മം സഫലമായി. രാമലക്ഷ്മണന്മാർ ഇവിടെ വരുമെന്നും ആ ദർശനഭാഗ്യം സിദ്ധിച്ചാൽ എനിക്ക് മുക്തി കൈവരുമെന്നും എൻ്റെ ഗുരുവരന്മാർ എന്നോട് അരുളി ചെയ്തിരുന്നു. ധനു പറഞ്ഞ കാര്യങ്ങൾ ശ്രീരാമൻ ശബരിയെ അറിയിച്ചു. പവിത്രമായ മാതംഗവനവും അഗ്നിവേദിയുമെല്ലാം ശബരി അവർക്ക് കാണിച്ചു കൊടുത്തു. അനന്തരം തൻ്റെ ഗുരുജനങ്ങളെ അനുഗമിക്കുവാൻ തനിക്ക് അനുവാദം നൽകണമെന്ന് ശ്രീരാമചന്ദ്രനോട് ആ വൃദ്ധ അപേക്ഷിച്ചു. രാമചന്ദ്രൻ അവളെ അനുഗ്രഹിച്ചു. അവൾ ധ്യാനനിമഗ്നയായി ശരീരം സ്വയം ജ്വലിച്ച് ദഹിച്ച് സമാധിയടഞ്ഞു. ശബരിയുടെ സ്വർഗാരോഹണാനന്തരം രാമലക്ഷ്മണന്മാർ സപ്തസാഗര തീർത്ഥത്തിൽ കുളിച്ച് പിതൃതർപ്പണാദികൾ കഴിച്ച് പമ്പാതീരത്തേക്ക് യാത്രയായി. പമ്പാതീരത്തെ സൗന്ദര്യദായകമായ കാഴ്ചകൾ രാമൻ്റെ വിരഹവ്യത തെല്ലൊന്ന് ശമിപ്പിച്ചു. വിശ്വോത്തരമായ പമ്പാതീരം സ്വർഗത്തേക്കാൾ മെച്ചമാണെന്നും സീതയോടൊപ്പം ഇവിടെ താമസിക്കുവാൻ സാധിച്ചെങ്കിൽ എന്നും രാമൻ ചിന്തിച്ചുപോയി. അതുമൂലം ലക്ഷ്മണനോടായി പറഞ്ഞു, സീതയെ കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് ഈ പമ്പാതീരത്തിൽ തന്നെ ശേഷകാലം ജീവിക്കണം. അവളുമൊത്ത് ഇവിടെ കഴിയാൻ സാധിച്ചാൽ ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. എല്ലാം ത്യജിച്ച് പോരുവാൻ ഞാൻ തയ്യാറാണ്. വിരഹിയായ എന്നെ ഈ പ്രദേശം അത്രമാത്രം ഭ്രാന്ത് പിടിപ്പിക്കുന്നു. സീതയെക്കുറിച്ച് ഓർത്ത് വികാരവിവശനായ രാമനെ ലക്ഷ്മണൻ ഓർമ്മിപ്പിച്ചു. അവിടുന്ന് ധീരനാകണം. നമ്മുടെ കർത്തവ്യം ജ്യേഷ്ഠത്തിയെ വീണ്ടെടുക്കലാണ്. അവിടുത്തെ അനുഗ്രഹവും അനുവാദവും ഉണ്ടെങ്കിൽ ഞാൻ രാവണനെ വധിക്കാം. ഉത്സാഹശാലിയായ ഒരുവന് അപ്രാപ്യമായി ഒന്നുമില്ല. ഇത് രാമനെ തെല്ലൊന്ന് ആശ്വസിപ്പിച്ചു. ഇരുവരും വീണ്ടും നടന്നു. ഋഷ്യമൂകാചലത്തിൽ പ്രവേശിച്ച അവരെ കണ്ട് സുഗ്രീവാദികളായ വാനര വീരന്മാർ ഒന്നു നടുങ്ങി.
അവർ ഭയന്ന് ഗുഹയിൽ ഒളിച്ചു. ഇതോടുകൂടി ആരണ്യകാന്ഡം എന്ന ഭാഗം സമാപിച്ചിരിക്കുന്നു. അടുത്ത ഭാഗമായ കിഷ്കിന്ധാകാന്ഡം തുടങ്ങുകയാണ്. കിഷ്കിന്ധാകാന്ഡം ഹനുമത് ദർശനം. ആയുധധാരികളായ രാമലക്ഷ്മണന്മാരെ കണ്ട് ഇവർ ബാലിയുടെ ചാരന്മാരാണെന്നും സൂക്ഷിക്കണമെന്നും സുഗ്രീവൻ അനുചരന്മാരോട് പറഞ്ഞു. അവർ പേടിച്ച് മറ്റൊരിടത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഭയചകിതനായി നിന്ന സുഗ്രീവനോട് വായുപുത്രനായ ഹനുമാൻ പറഞ്ഞു, അങ്ങ് വൃഥാ ഭയപ്പെടേണ്ട. ഋഷ്യമൂകാചലത്തിൽ ബാലിക്ക് കാലുകുത്താനാവില്ല. അപരിചിതമായ ഇവർ ആരാണെന്നറിയണം. തന്ത്രശാലികൾ ശത്രുവിനെ നിഗ്രഹിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കണം. അതുകൊണ്ട് അവരാരാണെന്ന് ഹനുമാൻ തന്നെ നേരിട്ട് പോയി അന്വേഷിക്കണമെന്ന് സുഗ്രീവൻ പറഞ്ഞു. സുഗ്രീവാജ്ഞ കേട്ട് ഹനുമാൻ സന്യാസവേഷം ധരിച്ച് രാമലക്ഷ്മണന്മാരുടെ അടുക്കലെത്തി വണങ്ങി നിന്ന് കുശലമാരാഞ്ഞു. സ്വസഹോദരനാൽ വഞ്ചിതനായി നാടുവിട്ടു പോന്ന സുഗ്രീവന്റെ ദൂതനായ ഹനുമാനാണ് താനെന്ന് രാമലക്ഷ്മണന്മാരെ വായുപുത്രൻ അറിയിച്ചു. ധാർമ്മികനായ സുഗ്രീവൻ നിങ്ങളുമായി സുഹൃത് ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നതായും മാരുതി പറഞ്ഞു. ഇതു കേട്ട രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇവൻ പണ്ഡിതനും സംഭാഷണ ചതുരനുമാണ്. ഇവൻ്റെ വാക്കുകേട്ടാൽ ആരും ഉപദ്രവിക്കില്ല. ദൂതനുണ്ടായിരിക്കേണ്ട സകല ഗുണങ്ങളും തികഞ്ഞ ഇവൻ സുഗ്രീവന് ഒരു നേട്ടം തന്നെയാണ്. സുഗ്രീവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു. പിന്നീട് രാമനോട് എന്തിനാണ് ഈ വനത്തിൽ നിങ്ങൾ വന്നതെന്ന് ഹനുമാൻ ബഹുമാനപൂർവ്വം ചോദിച്ചു. ലക്ഷ്മണൻ സംഭവങ്ങളെല്ലാം സവിസ്തരം പ്രതിപാദിച്ചു. സീതയെ കട്ടുകൊണ്ടുപോയ ആ ദുഷ്ടനെ തേടി അലയുകയാണ് തങ്ങൾ എന്നും പറഞ്ഞു. സുഗ്രീവനെ നേരിൽ കണ്ടാൽ തങ്ങളുടെ ഈ ഉദ്യമം വിജയിക്കുമെന്ന് ധനു പറഞ്ഞതായും ലക്ഷ്മണൻ അറിയിച്ചു. സുഗ്രീവനിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നുവെന്ന് തൊണ്ടയിടറിക്കൊണ്ട് ആർദ്രമായ കണ്ണുകളോടെ ലക്ഷ്മണൻ അറിയിച്ചു. രാജ്യവും പത്നിയും അപഹരിക്കപ്പെട്ട സുഗ്രീവനും തുല്യ ദുഃഖിതനാണ്. നിങ്ങളെ കാണാനിടയായതു തന്നെ ഞങ്ങളുടെ മഹാഭാഗ്യം. സീതാന്വേഷണത്തിന് സുഗ്രീവൻ വേണ്ടതെല്ലാം ചെയ്യും. നമുക്ക് അദ്ദേഹത്തെ കാണാം എന്നു പറഞ്ഞ് രാമലക്ഷ്മണന്മാരെ ആശ്വസിപ്പിച്ചു. ഭിക്ഷുവേഷം ത്യജിച്ച് മാരുതി അവരെ തൻ്റെ തോളിലേറ്റി മുകളിലേക്ക് കുതിച്ചു. അടുത്ത ഭാഗം രാമസുഗ്രീവ സഖ്യം. ഹനുമാൻ നേരെ സുഗ്രീവൻ്റെ അടുക്കലേക്ക് ചെന്നു. അവിടെ വന്നിരിക്കുന്നവർ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ രാമലക്ഷ്മണന്മാരാണെന്നും അവരുടെ ആഗമനോദ്ദേശ്യം എന്താണെന്നും അറിയിച്ചു. സീതാദേവിയെ അന്വേഷിക്കുന്നതിൽ സഹായം അഭ്യർത്ഥിക്കുവാനാണ് അവർ വന്നിരിക്കുന്നതെന്നും വായുപുത്രൻ പറഞ്ഞു. അതുല്യ പരാക്രമികളായ അവരെ സുഗ്രീവൻ മിത്രങ്ങളായി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഹനുമാന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവന്റെ ഹൃദയം ആനന്ദഭരിതമായി. രാമലക്ഷ്മണന്മാരെ സ്വീകരിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. വെറും ഒരു കുരങ്ങനായ എന്നോട് സഖ്യം ചെയ്യുവാൻ അവിടുത്തേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതാ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു എന്ന് സുഗ്രീവൻ പറഞ്ഞു. രാമൻ സുഗ്രീവന്റെ കരം ഗ്രഹിച്ചു. മരമുട്ടികൾ കൂട്ടി കത്തിച്ച അഗ്നിക്ക് ചുറ്റും വലം വെച്ച് രാമസുഗ്രീവന്മാർ സഖാക്കളായി തീർന്നു. സുഖദുഃഖങ്ങളിൽ വേർപിരിയില്ല എന്നും സുഗ്രീവൻ കൂട്ടിച്ചേർത്തു. ബാലിയുടെ കഥ കഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് സുഗ്രീവന്റെ കഥ കേട്ട രാമൻ പറഞ്ഞു. രാമസുഗ്രീവന്മാരുടെ സഖ്യസംഭാഷണ വേളയിൽ ബാലിയുടെയും രാവണന്റെയും ഇടതു കണ്ണുകൾ തുടിച്ചു. അടുത്ത ഭാഗം ആഭരണ ദർശനവും സുഗ്രീവ വൃത്താന്ത നിവേദനവും. സീത എവിടെയായിരുന്നാലും അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു.
എന്ന് സുഗ്രീവൻ രാമന് വാക്കു നൽകി. ഒരിക്കൽ ഞങ്ങൾ ഒരു കുന്നിൻ മുകളിലിരിക്കുമ്പോൾ ഒരു രാക്ഷസൻ ഏതോ ഒരു സ്ത്രീയെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ടു. അത് സീത തന്നെ ആയിരിക്കണം. ഞങ്ങളെ കണ്ട് അവൾ തോൾമുണ്ടും ആഭരണങ്ങളും താഴേക്കെറിഞ്ഞു. അത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സുഗ്രീവൻ പറഞ്ഞു. അവ കണ്ട മാത്രയിൽ ദുഃഖഭാരം കൊണ്ട് രാമൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആഭരണപ്പൊതി മാറോടടുക്കി രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു, നോക്കൂ, ഇത് സീതയുടെ ആഭരണങ്ങൾ തന്നെയല്ലേ? ആ പൊതി വാങ്ങി തുറന്നു നോക്കിയ ലക്ഷ്മണൻ കാൽവളകൾ സീതാദേവിയുടേത് തന്നെയാണെന്ന് തീർത്തു പറഞ്ഞു. പക്ഷേ തോൾവളകളും കമ്മലുകളും താൻ ഇതുവരെ കണ്ടിട്ടില്ല. കാൽവളകൾ എന്നും കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. രാവണൻ സീതയെ എങ്ങോട്ട് കൊണ്ടുപോയി എന്നും അവൻ്റെ ആസ്ഥാനം എവിടെയാണെന്നും രാമൻ സുഗ്രീവനോട് ആരാഞ്ഞു. അതറിയില്ലെന്നും എവിടെയായാലും അവനെ തേടിപ്പിടിച്ച് കുലത്തോടെ നശിപ്പിച്ച സീതാദേവിയെ വീണ്ടെടുക്കുമെന്നും സുഗ്രീവൻ രാമചന്ദ്രൻ ഉറപ്പു നൽകി. സുഗ്രീവൻ്റെ വാക്കുകൾ രാമനെ ശാന്തനാക്കി. അദ്ദേഹം തൻ്റെ പ്രിയ സുഹൃത്തിനെ ഗാഢാശ്ലേഷം ചെയ്തു. അനന്തരം അങ്ങ് ആവശ്യപ്പെടുന്നതെന്തും തന്നെ താൻ ചെയ്തു കൊള്ളാമെന്ന് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു. രാമൻ്റെ സത്യപ്രതിജ്ഞ സുഗ്രീവാദികളെ സന്തോഷഭരിതരാക്കി. അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്ത രാമന് സാലമരക്കൊമ്പൊടിച്ച് ഇരിപ്പിടം നൽകിക്കൊണ്ട് സുഗ്രീവൻ തൻ്റെ കഥ പറഞ്ഞു. സഹോദരനായ ബാലി തൻ്റെ പത്നിയെ അപഹരിക്കുകയും തന്നെ നാട്ടിൽ നിന്ന് ഓടിക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് സുഗ്രീവൻ പറഞ്ഞു. മാത്രമല്ല തന്നെ വധിക്കാൻ നിരന്തരം ശ്രമിക്കുകയാണെന്നും കൂടി കൂട്ടിച്ചേർത്തു. ഹനുമാന്റെയും സഹചരന്മാരുടെയും സ്നേഹസേവനങ്ങളെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും സുഗ്രീവൻ അനുസ്മരിച്ചു. സുഗ്രീവൻ്റെ ഭാര്യയെ അപഹരിച്ചവനെ താൻ നിശ്ചയമായും വധിച്ചു കൊള്ളാം എന്ന് രാമചന്ദ്രൻ പറഞ്ഞു. പിന്നീട് സഹോദരന്മാരായ നിങ്ങൾ ശത്രുക്കളാവാൻ എന്താണ് കാരണമെന്ന് സുഗ്രീവനോട് ആരാഞ്ഞു. സുഗ്രീവൻ പൂർവകഥ പറഞ്ഞു തുടങ്ങി. അച്ഛൻ മരിച്ചതോടെ ഞാൻ ജ്യേഷ്ഠനെ സേവിച്ചുകൊണ്ട് കിഷ്കിന്ധയിൽ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. രാജ്യഭരണം നടത്തിയിരുന്നത് ജ്യേഷ്ഠനായ ബാലി തന്നെയായിരുന്നു. ദുന്ദുഭിയുടെ ജ്യേഷ്ഠപുത്രനായ മായാവി എന്നൊരസുരനും ബാലിയും തമ്മിൽ ശത്രുക്കളായി. ഒരു ദിവസം രാത്രിയിൽ മായാവി ജ്യേഷ്ഠനെ യുദ്ധത്തിന് ക്ഷണിച്ചു. എല്ലാവരും വിലക്കിയിട്ടും ബാലി മായാവിയുമായി പോരിനിറങ്ങി. സഹായിയായി ഞാനും പുറപ്പെട്ടു. ഞങ്ങളെ കണ്ട് മായാവി പിന്തിരിഞ്ഞോടി. ഗത്യന്തരമില്ലാതെ അവൻ ഒരു ഗുഹയിൽ ഒളിച്ചു. ബാലിയും കൂടെ കയറി. നീ ഇവിടെ കാത്തു നിൽക്കുക, അവനെ വധിച്ച് ഞാൻ മടങ്ങി വരാം എന്ന് എന്നോട് പറഞ്ഞു. ഇരുട്ട് നിറഞ്ഞ ആ ഗുഹയിലേക്ക് ജ്യേഷ്ഠൻ കയറിപ്പോയി. 1 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം മടങ്ങി വന്നില്ല. അങ്ങനെ കാത്തിരിക്കെ ഒരു ദിവസം ഗുഹാമുഖത്തുകൂടി രക്തം ഒഴുകി വരുന്നത് കണ്ടു. തുടർന്ന് ജ്യേഷ്ഠൻ്റെ നിലവിളിയും അസുരൻ്റെ അലർച്ചയും കേട്ടു. മായാവി ജ്യേഷ്ഠനെ വധിച്ചു കാണുമെന്ന് ഞാൻ കരുതി. മായാവിയോടുള്ള ദേഷ്യം മൂലം ഒരു വലിയ കല്ലെടുത്ത് ആ ഗുഹാമുഖം അടച്ചിട്ട് ഞാൻ കിഷ്കിന്ധയിലേക്ക് മടങ്ങി. അവിടെ എത്തി ജ്യേഷ്ഠനെ യഥോചിതം ഉദകക്രിയകളും ചെയ്തു. ബാലിയുടെ മരണത്തെ തുടർന്ന് ഞാൻ കിഷ്കിന്ധാധിപനായി. രാജ്യഭരണം നടത്തിയിരിക്കെ ഒരു ദിവസം ബാലി മടങ്ങി വന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം തുറുങ്കിലടച്ചു. ജ്യേഷ്ഠനാണല്ലോ എന്ന് കരുതി ഞാൻ ബാലിയെ വധിച്ചില്ല. മാത്രമല്ല ഒരിക്കലും ചതിച്ചിട്ടില്ല എന്നും ജ്യേഷ്ഠൻ മരിച്ചെന്നു കരുതിയാണ് ഗുഹ കല്ല് വെച്ച് അടച്ചിട്ട് തിരിച്ചു പോന്നതെന്നും വിനയപൂർവ്വം അറിയിച്ചു. മാത്രമല്ല എന്നെ ജനങ്ങൾ രാജാവാക്കിയതാണെന്നും അങ്ങു തന്നെ വീണ്ടും രാജാവായി ഭരണം തുടർന്നു കൊള്ളണമെന്നും ഞാൻ പറഞ്ഞു. എന്നെയും എൻ്റെ വാക്കുകളെയും വിശ്വസിക്കാതെ വഞ്ചകനായും അധികാരമോഹിയായും മുദ്രകുത്തി ജനമധ്യത്തിൽ വെച്ച് എന്നെ അവഹേളിച്ചു. ഗുഹാദ്വാരം അടച്ചത് മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടിയായിരുന്നു എന്നായിരുന്നു ബാലിയുടെ വാദം. എൻ്റെ ഭാര്യയെ അപഹരിച്ചെടുത്തുകൊണ്ട് എന്നെ രാജ്യഭ്രഷ്ടനാക്കി. ബാലിക്ക് കയറാൻ കഴിയാത്ത
ഋഷ്യമൂകാചലത്തിൽ ഞാൻ അഭയം തേടി. ഇക്കാലം അത്രയും തീവ്രവേദന അറിഞ്ഞ് കഴിയുകയാണ് ഞാനിവിടെ. അതുകൊണ്ട് അവിടുന്ന് എന്നെ രക്ഷിക്കണം. സുഗ്രീവൻ രാമചന്ദ്രനോട് അപേക്ഷിച്ചു. എൻ്റെ കയ്യിൽ പെടുന്നതുവരെ മാത്രമേ അവൻ ജീവിച്ചിരിക്കൂ. അന്യൻ്റെ ഭാര്യയെ അപഹരിച്ച അവന് തക്ക ശിക്ഷ ഞാൻ നൽകിക്കൊള്ളാം. അങ്ങ് സമാധാനമായിരിക്കുക. രാമചന്ദ്രൻ സുഗ്രീവനെ സമാശ്വസിപ്പിച്ചു. അടുത്ത ഭാഗം ബാലി പരാക്രമവർണ്ണനം. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ പറഞ്ഞു, അങ്ങ് അയക്കുന്ന ക്രൂരബാണങ്ങൾ ലോകത്തെ തന്നെ നശിപ്പിച്ചേക്കും, സംശയമില്ല. ബാലിയുടെ വൈരം, വീര്യം, പൗരുഷം, പരാക്രമം എന്നിവ വിശദമായി ഞാൻ പറയാം. അനായാസമായി അവൻ പ്രതിദിനം ഉദയത്തിനു മുമ്പ് 4 സമുദ്രങ്ങളിലും നീരാടും. ഗിരിശിഖരങ്ങളിൽ വലിയവയെ അടർത്തിയെടുത്ത് നിഷ്പ്രയാസം അമ്മാനമാടുക ഒരു രസമാണ്. മാമരങ്ങൾ പലതും കയ്യൂക്ക് കാണിക്കാൻ വേണ്ടി മാത്രം പറിച്ചെടുത്ത് ചെറുചില്ലകൾ പോലെ കഷണമാക്കും. ഒരിക്കൽ 1000 ആനകളുടെ ബലമുള്ള ദുന്ദുബി എന്ന രാക്ഷസൻ ഒരു പോത്തിൻ്റെ രൂപത്തിൽ നടക്കുകയായിരുന്നു. വരബലവും കരുത്തും കൊണ്ട് മതിമറന്ന ആ നിശാചരൻ മഹാസാഗരത്തോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വരാൻ പറഞ്ഞു. ആ കൂറ്റൻ്റെ പോരുവിളി കേട്ട് സാഗരം ദുന്ദുബിയോട് മൃദുവായി പറഞ്ഞു, പരാക്രമത്തിൽ അദ്വിതീയനായ അങ്ങയോട് എതിരിടുവാൻ ഞാൻ പോരാ. അങ്ങയ്ക്ക് തുല്യനായ ഒരുവനെ എനിക്കറിയാം. അവൻ തീർച്ചയായും യുദ്ധസന്നദ്ധനായേക്കും. അത് ഹിമവാൻ തന്നെ. ഇതു കേട്ട് ദുന്ദുബി ഓടി ഹിമവൻ ശൃംഗത്തിലേക്ക് ചെന്നു. വലിയ വലിയ ആനപ്പാറകൾ അടർത്തിയെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞ് ദുന്ദുബി അലറി. ഇതു കണ്ട ശൈലേന്ദ്രൻ ദേവരൂപത്തിലിരുന്ന് സൗമ്യമായി ദുന്ദുബിയോട് പറഞ്ഞു, ആകപ്പാടെ വലിയ ശരീരം മാത്രമുള്ള എന്നിൽ മുനീശ്വരന്മാർ ഇരുന്ന് തപസ് ചെയ്യുന്നു. എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. ഇതു കേട്ട ദുന്ദുബി ആ ഗിരിവരനെ പരിഹസിച്ചു. അതുകേട്ട് വർദ്ധിച്ച കോപം വന്നെങ്കിലും അത് മനസ്സിലൊതുക്കി ഹിമവാൻ പറഞ്ഞു, ഹേ ദുന്ദുബി, അതുല്യ പരാക്രമിയായി ബാലി എന്നൊരു വാനരേന്ദ്രൻ കിഷ്കിന്ധയിലുണ്ട്. അങ്ങയോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള വാനരനാണ് ബാലി. ഹിമവൻ പറഞ്ഞതു കേട്ട് ദുന്ദുബി കിഷ്കിന്ധയിലേക്ക് ചെന്നു. പോത്തിൻ്റെ രൂപത്തിൽ അവൻ അവിടമാകെ നടന്ന് അലറുകയും നാശമുണ്ടാക്കുകയും ചെയ്തു. അന്തഃപുരത്തിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ബാലി കോലാഹലം കേട്ട് ഇറങ്ങി വന്നു. ദുന്ദുബിയെ കണ്ട് ശാന്തനായി ബാലി ചോദിച്ചു, നീ എന്തിനാണ് ഈ ഗോപുരം ഇങ്ങനെ തകർക്കുന്നത്? നിന്നെ എനിക്കറിയാം, അതിശക്തനാണ്. പക്ഷേ ജീവൻ അവസാനിപ്പിക്കരുത്. പക്ഷേ ദുന്ദുബി ബാലിയെ ഭീരു, മത്തൻ, കാമാന്തൻ എന്നെല്ലാം വിളിച്ച് പരിഹസിച്ചു. അവസാനം സഹിക്കാനാവാതെ ബാലി യുദ്ധത്തിന് തയ്യാറെടുത്തു. അച്ഛനായ ദേവേന്ദ്രൻ കൊടുത്ത പൊന്മാല കഴുത്തിലണിഞ്ഞു. ഭയരഹിതനായ വാനരേന്ദ്രൻ പർവ്വതാകാരനായി നിൽക്കുന്ന ദുന്ദുബിയുടെ കൊമ്പുകൾ രണ്ടും പിടിച്ച് ചുഴറ്റി നിലത്തടിച്ചു. അവൻ പോരിൽ തളർന്നു തുടങ്ങി. ശക്തിയോടെ ദുന്ദുബിയെ പൊക്കിയെടുത്ത് വീണ്ടും നിലത്തടിച്ചു. പിന്നീട് പൊക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ ശരീരത്തിൽ നിന്നും പ്രവഹിച്ച രക്തത്തുള്ളികൾ കാറ്റടിച്ച് മാതംഗ കാനനത്തിൽ പതിച്ചു. മാതംഗമുനി ഇത് കണ്ട് കോപാകുലനായി. ആശ്രമത്തിന് വെളിയിൽ വന്ന മാമുനീശ്വരൻ പോത്തിൻ്റെ രൂപത്തിൽ കിടക്കുന്ന ദുന്ദുബിയെ കണ്ട് കോപത്തോടെ ശപിച്ചു. ചോര ചൊരിഞ്ഞ് എൻ്റെ ആശ്രമത്തെ മലിനപ്പെടുത്തിയവൻ, അസുരശവത്തെ വലിച്ചെറിഞ്ഞ് ഈ മരങ്ങളെ ഒടിച്ച് നശിപ്പിച്ചവൻ, എൻ്റെ ആശ്രമത്തിൻ്റെ ഒരു യോജന സമീപത്ത് വന്നാൽ ജീവിതം അവസാനിക്കട്ടെ. നാളെ മുതൽ അവൻ്റെ ആൾക്കാർ ഇവിടെ വന്നാൽ 1000 വർഷങ്ങൾ വെറും പാറക്കല്ലുകളായി തീരും, സംശയമില്ല. ഇത് കേട്ട് കവികളെല്ലാം ക്ഷണത്തിൽ ചാടിയോടി കാട്ടിൽ നിന്നും പുറത്തേക്ക് പോന്നു. അവരിൽ നിന്നും ബാലി കാര്യങ്ങളെല്ലാം അറിഞ്ഞു.
അവൻ മുനിയുടെ അടുത്തു ചെന്ന് ശാപമോക്ഷത്തിന് യാചിച്ചു. പക്ഷേ മുനി അതൊന്നും ചെവിക്കൊണ്ടില്ല. ശാപഭയത്താൽ ബാലി അന്നു മുതൽ ഋഷ്യമൂകാചലത്തിലേക്ക് വരികയോ നോക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കഴിയുന്നത്. ഇതാ ബാലി എറിഞ്ഞ ദുന്ദുഭിയുടെ അസ്ഥികൂടം ഗിരിശൃംഗം പോലെ കിടക്കുന്നു. ഇതാ 7 സാലങ്ങൾ കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നു. ഈ മാമരങ്ങളുടെ ഇലകളെല്ലാം ഒന്നിച്ചു കൊഴിക്കാനുള്ള കെൽപ്പ് ബാലിക്കുന്നുണ്ട്. പിന്നെങ്ങനെ ബാലിയെ വധിക്കാനാവും എന്ന് സുഗ്രീവൻ ലക്ഷ്മണനോട് ചോദിച്ചു. എന്തു ചെയ്താൽ അങ്ങേക്ക് വിശ്വാസം വരും എന്ന് വ്യക്തമാക്കാൻ ലക്ഷ്മണൻ ആവശ്യപ്പെട്ടു. സുഗ്രീവൻ പറഞ്ഞു, ഈ സാലങ്ങൾ 7നെയും ഒപ്പം അനേകം തവണ ബാലി കുലുക്കിയിരുന്നു. ഇതിലൊരു സാലത്തെ ഒരമ്പുകൊണ്ട് പിളർത്തുകയോ പോത്തിൻ്റെ രൂപത്തിലുള്ള ദുന്ദുഭിയുടെ അസ്ഥിപഞ്ജരം ഒരു കാൽ കൊണ്ട് 200 വില്ല് ദൂരം എത്തത്തക്ക വിധം എറിയുകയോ ചെയ്താൽ ബാലിയെ നിഗ്രഹിക്കത്തക്ക കെൽപ്പുണ്ടെന്ന് വിശ്വസിക്കാം. രാമൻ മന്ദഹാസത്തോടെ എഴുന്നേറ്റ് ദുന്ദുഭിയുടെ അസ്ഥി കിടന്നിടത്തേക്ക് പതുക്കെ നടന്നു. എന്നിട്ട് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ അസ്ഥികൾ നിസ്സാരമായ മട്ടിൽ 10 യോജന ദൂരേക്ക് ഒരേറ് കൊടുത്തു. പക്ഷേ അന്നിത് പച്ചയായിരുന്നു. ഇന്ന് ഉണങ്ങിയതാണ്. അതുകൊണ്ടാണ് അങ്ങക്കിത് നിഷ്പ്രയാസം എറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇതൊന്നുകൊണ്ട് മാത്രം ശക്തി തെളിയിക്കാൻ പറ്റിയെന്നെനിക്ക് വിശ്വാസമില്ല. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ദേവൻ തൻ്റെ വില്ലെടുത്ത് ചാപത്തെ കുലച്ചു. ആ രാമബാണം ഒന്നല്ല 7 സാലങ്ങളെയും തുളച്ച് ഋഷ്യമൂകഗിരിയുടെ ശൃംഗത്തെ പിളർന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ന്ന് ഉടൻ വെളിയിൽ വന്ന് ആവനാഴിയിൽ വീണു. ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് കഴിഞ്ഞു. ഒതുക്കുവാൻ കഴിയാത്ത സന്തോഷത്തോടെ സുഗ്രീവൻ രാമചന്ദ്രൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണു. രാമൻ സുഗ്രീവനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങ് കിഷ്കിന്ധയിലേക്ക് പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ. എല്ലാവരും കിഷ്കിന്ധയിലെത്തി. സുഗ്രീവൻ ഒഴികെയുള്ളവർ മറഞ്ഞു നിന്നു. സുഗ്രീവൻ ബാലിയെ പോരിന് വിളിച്ചു. ആ ശബ്ദം കേട്ട് കുപിതനായ ബാലി പുറത്തിറങ്ങി. ഇരുവരും ഘോര യുദ്ധം തുടങ്ങി. അവസാനം മർദ്ദനമേറ്റ് ക്ഷീണിച്ച സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു. രാമലക്ഷ്മണന്മാരെ കണ്ട് ദേഷ്യവും ദുഃഖവും അടക്കാൻ കഴിയാതെ സുഗ്രീവൻ ഇപ്രകാരം പരാതിപ്പെട്ടു. അവിടുത്തെ വിശ്വസിച്ച് പോരിനു പോയ എന്നെ എന്തേ അങ്ങ് സഹായിച്ചില്ല? രാമൻ സ്നേഹപൂർവ്വം സമാശ്വസിപ്പിച്ചു. എനിക്ക് നിങ്ങളെ ഒരു തരത്തിലും തിരിച്ചറിയാനായില്ല. ഒരേ പൊക്കം, ഒരേ വലിപ്പം, ഒരേ രൂപം, എല്ലാം ഒന്നുപോലെ. തിരിച്ചറിയാതെ ബാണമയച്ച് മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കൽ കൂടി യുദ്ധം ചെയ്യൂ. അങ്ങയ്ക്ക് ഞാൻ ഒരടയാളം നൽകാം. അങ്ങയെ തിരിച്ചറിയാൻ എനിക്കത് ഉപകരിക്കും. ലക്ഷ്മണൻ ഗജപുഷ്പം കൊണ്ട് ഒരു മാല തീർത്ത് സുഗ്രീവനെ ധരിപ്പിച്ചു. എല്ലാവരും കൂടി വീണ്ടും ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ഭാഗമായ കിഷ്കിന്ധ പുനഃപ്രയാണവും ബാലീവധവും വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.